നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെട്ടുചേമ്പ് കൊണ്ടുവന്ന അപ്പൂപ്പനെ കുറിച്ച് വീഡിയോ ഇട്ടായിരുന്നില്ലേ? 91 വയസ്സിലും ഇതുപോലെ കൃഷിപ്പണി ചെയ്യുന്ന ഈ അധ്വാനിക്കുന്ന നമ്മുടെ അപ്പൂപ്പൻ ഭാസ്കര പിള്ളച്ചേട്ടൻ. അപ്പൊ ഭാസ്കര പിള്ളച്ചേട്ടൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വെട്ടുചേമ്പും കൊണ്ടുവന്നിട്ടുണ്ട്, തടയും കൊണ്ടുവന്നിട്ടുണ്ട്. വെട്ടുചേമ്പിന്റെ തട. അപ്പൊ സാധാരണ വെട്ടുചേമ്പ് നടാനൊക്കെ ഉപയോഗിക്കുന്നതാണ് വെട്ടുചേമ്പിന്റെ തട. നമുക്ക് കഴിക്കാൻ ഏറ്റവും അതെ അതെ. അപ്പൊ നടുന്നതിനെ കുറിച്ചൊക്കെ ഭാസ്കര പിള്ളച്ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് ഈ അപ്പൂപ്പന്റെ വാക്കുകൾ കേൾക്കാം. പിന്നെന്താ, തടയാ ഞാൻ നടുന്നത്, അല്ല വിത്ത് ഇവിടെ കൊണ്ടുവന്ന് ആദ്യം അടിച്ചിട്ട് തടയാണ് കൈകാര്യം ചെയ്യുന്നത്. തടയാണ് നടാറ്. ആ, തടയേ നടക്കുള്ളൂ. ഇത് വിത്ത് നടത്തില്ല. ഇല്ല ഇല്ല, വിത്ത് നടാൻ നമുക്ക് അതിനേക്കാൾ തടയാണെങ്കിൽ പെട്ടെന്ന് കിളിക്കുകയും ചെയ്യും. അത് നല്ല ഫോഴ്സായിട്ട് വാഴക്കുട്ടി കിളിച്ച് വരുന്നവരാണ് ആൾക്കാർ വരുന്നത്. വാഴക്കുട്ടിയാണോ എന്ന് ഈ വെട്ടുചേമ്പിന്റെ തടേ ഇത് എത്ര എണ്ണായിട്ട് നമുക്ക് നടാൻ പറ്റും? ഇത് നടാനായിട്ട് ഇത് ഒരു 4 8 എണ്ണമായിട്ട് നടാം. അപ്പൊ ഈ തട നടുന്നോണ്ട് എന്താ ഗുണം? എന്താ വെട്ടുചേമ്പിന്റെ? ചേമ്പിന്റെ ഗുണം, ചേമ്പ് നല്ല ഭംഗിയായിട്ട് കിളിച്ചു വരും. നമ്മൾ പിന്നെ വളമൊക്കെ ചെയ്ത് കൊടുത്താൽ എന്തായാലും അതിനൊക്കെ വളം ചെയ്ത് വെക്കും. വളം ചെയ്ത് അത് നമ്മൾ 1-2 വർഷത്തിൽ പല പ്രാവശ്യം പോലെ മണ്ണ് ചണ്ടി പിടിച്ചൊക്കെ ഇട്ട് ഇച്ചാക്കിയൊക്കെ കൊടുത്താൽ ഇതിനേക്കായി വലിയ നട അവിടെ ഇരിക്കുന്നു. ഇതെങ്ങനെയാ നടുന്നത്? അപ്പോൾ ചാണകത്തിൽ മുക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ? ചാണകത്തിൽ മുക്കി ഉണക്കണം, ഒന്ന് ഉണങ്ങണം. അല്ലെങ്കിൽ ചാരത്തിലായാലും മതി. ചാരത്തിൽ മുക്കും നടേറ്റും അങ്ങനെ ചെയ്യാറുണ്ടോ? അപ്പൂപ്പൻ അങ്ങനെ ചെയ്യാറുണ്ടോ? ആ, ഉണ്ട്. ആണോ? ചാരത്തിൽ മുക്കും. ചാരം കലക്കിയിട്ട് അതിൽ മുക്കി ഒരുമാതിരി മുട്ടം വെയിലത്ത് വെക്കത്തില്ല. ഒരുമാതിരി ഇട്ട് അത് ഒന്ന് ഉണങ്ങട്ടൊക്കെ വരുമ്പത്തിന് എനിക്ക് അങ്ങ് നടും. നടുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒത്തിരി കുഴി എടുക്കണോ? ഇല്ല, 3 അടി നീളത്തിലും വീതിയിലും 3 അടി എടുത്ത് നല്ലപോലെ ചപ്പും ചവറും ഒക്കെ ഇട്ട് ചാണകപ്പൊടിയോ പിന്നെ വേപ്പും പിണ്ണാക്കുമൊക്കെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് അത് കിളിച്ച് വരും. പെട്ടെന്ന് തട ഒരു 15 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് കിളിച്ച് ഇത് നടുന്ന ഏത് സമയത്ത് നടണം. നമുക്ക് വെള്ളം ഇപ്പം ഈ ഗ്രാമവർഷം വരുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടൊക്കെ നട്ടാൽ മതി. ഒരു വൃക്ഷമാസമൊക്കെ ആയിട്ട് ഞാൻ ധനുമാസത്തിലായി നട്ടത്. ഉപയോഗം എന്ന് പറഞ്ഞാൽ പുഴുങ്ങത്തില്ല, കൂട്ടാൻ വെക്കാം. ഏത് നല്ല വിളഞ്ഞ ഉഗ്രം സാധനമാണ്. അതുകൊണ്ട് ആരും ഒരു മടിയും വിചാരിക്കണ്ട.